നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്ഷരങ്ങളെയും കുരുന്നുകളെയും ഒരുപോലെ സ്നേഹിച്ച മലയാളത്തിന്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മദിനത്തിൽ കുരുന്നുകൾ നൽകിയത് ഓർമ്മയിൽ തീർത്ത ചിത്രാർച്ചന. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ AITUC BKMUവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം KSEB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള NGO യൂണിയൻ സുവർണ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൊടിമര ജാഥയ്ക്ക് തൃപ്പയാറിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. അക്ഷരങ്ങളെയും കുരുന്നുകളെയും ഒരുപോലെ സ്നേഹിച്ച മലയാളത്തിന്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മദിനത്തിൽ കുരുന്നുകൾ നൽകിയത് ഓർമ്മയിൽ തീർത്ത ചിത്രാർച്ചന. കുഞ്ഞുണ്ണി മാഷ് അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാഷിന്റെ വലപ്പാട് അതിയാരത്ത് വീട്ടുമുറ്റത്താണ് പ്രിയ കവിയുടെ ഓർമ്മകളാൽ നിറഞ്ഞത്. തൃപ്രയാർ ചിത്രകളരിയിലെ ഒരു കൂട്ടം ചിത്രകലാ വിദ്യാർത്ഥികൾ കവി കുഞ്ഞുണ്ണി മാഷിന്റെ സ്മൃതി കുടീരത്തിൽ ചിത്രാർച്ചന അർപ്പിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ജന്മദിനാഘോഷങ്ങൾ തുടങ്ങിയത്. അനുസ്മരണ സമിതി ചെയർമാൻ TN പ്രതാപൻ MLA, ബാലചന്ദ്രൻ വടക്കേടത്ത്, CA മുഹമ്മദ് റഷീദ്, K ദിലീപ് കുമാർ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ചിത്രകലാ വിദ്യാർത്ഥികൾ കുഞ്ഞുണ്ണി മാഷിന്റെ ചിത്രം കടലാസിൽ വരച്ചെടുത്തു. ചിത്രാർച്ചനയിൽ പങ്കെടുത്ത 50ഓളം കുട്ടികളിൽ 2 പേർ മാത്രമാണ് കുഞ്ഞുണ്ണി മാഷിനെ നേരിൽ കണ്ടിട്ടുള്ളത്. എങ്കിലും കുട്ടികൾ ഭാവനയിൽ വരച്ചെടുത്ത മാഷിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ജീവൻ തുടിക്കുന്നവയായിരുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ ചിത്രാർച്ചനയിൽ കുട്ടികൾ തീർത്ത ചിത്രങ്ങൾ അനുസ്മരണ സമിതി സെക്രട്ടറി K ദിലീപ് കുമാർ ഏറ്റുവാങ്ങി. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ CPI ബഹുജന സംഘടനകൾ നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി AITUC BKMUവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം KSEB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KK പേങ്ങൻ, TA ഗിരിജൻ, PK പുരുഷോത്തമൻ, AD സുദർശനൻ, PK ഗോപി, VR ഷൈൻ എന്നിവർ നേതൃത്വം നൽകി. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുക. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ നീതി പാലിക്കുക. AITUC സിന്ദാബാദ്. AITUC സിന്ദാബാദ്. മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ ധർണ CPI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീമാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അതിൽ ഇലക്ട്രിസിറ്റി വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെയും ഈ UDF സർക്കാരിൻ്റെയും തെറ്റായ നയസമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപ് കഴിഞ്ഞ വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം മുല്ലപ്പെരിയാർ ഡാം ഇതാ തകരാൻ പോകുന്നു. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏകദേശം 5ഓളം ജില്ലകളിലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരുടെ ജീവഹാനി വരെ ഉണ്ടാകുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് മുല്ലപ്പെരിയാർ ഡാം എന്തെങ്കിലും സംഭവിച്ചാൽ ആ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ RK ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. BKMU സംസ്ഥാന കമ്മിറ്റി അംഗം PM നൂർദീൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമിതി അംഗം VA ഗോപി, മിനി ഷാജി, AITUC സ്റ്റേറ്റ് കമ്മിറ്റി അംഗം PV മോഹനൻ, KC ശിവരാമൻ, VR ഷൈൻ, PR കണ്ണൻ, SM ജീവൻ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് കിസാൻ സഭ, AITUC ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ KSEB ഏങ്ങണ്ടിയൂർ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചേറ്റുവയിൽ നിന്നാരംഭിച്ച മാർച്ച് KSEB ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. AITUC ഗുരുവായൂർ മണ്ഡലം കൺവീനർ CK രമേശൻ അധ്യക്ഷനായി. കിസാൻ സഭ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് PK രാജശേഖരൻ, AK സിദ്ധൻ, TS സജീവൻ, വേലായുധൻ തോരംവീട്ടിൽ എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ കെട്ടിടത്തിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയായ ആരോഗ്യദാസിനെയാണ് തൃപ്രയാർ കിഴക്കേനടയിലെ ഗ്ലാമർ കോംപ്ലക്സിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സജീവമായ ഇടപെടലുകളിലൂടെ കുടുംബശ്രീ പ്രസ്ഥാനം നേടിയെടുത്ത നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് ഇത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നാം ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിലും ഒട്ടേറെ പ്രയാസകരമായിട്ടുള്ള സ്ഥിതിവിശേഷം സ്ത്രീ സമൂഹം നേരിടുന്നു എന്നത് നാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്.
വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ ചില മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലും തിരിച്ചടികളും ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും ശക്തമായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഉൾപ്പെടെ കഴിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഗീതാ ഗോപി MLA അധ്യക്ഷയായി. ആശ്രയ ഗുണഭോക്താക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കിറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ വിതരണം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ശ്രീദേവി, CDS ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ, ശുഭ സുരേഷ്, ശോഭ രാജീവ്, CL ജോയ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.